വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. രാഹുലിനെതിരെ കടുത്ത നടപടി ഉടനില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം കൈരളി പ്രതിനിധിയുടെ ചോദ്യങ്ങൾക്ക് സണ്ണി ജോസഫ് കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. KPCCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് നടപടിയെടുക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും എടുക്കുന്നത്. എല്ലാ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യും. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ഏതോ ഒരു സ്ഥലത്തെ മാധ്യമ സമ്മേളനത്തിൽ തൃശ്ശൂരിലാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന 25-ൽ പരം നേതാക്കന്മാരുമായി ഞാനും പ്രതിപക്ഷ നേതാവും ടെലഫോണിലൂടെ ആശയവിനിമയം നടത്തിയിട്ടാണ്. ഞാൻ മാധ്യമങ്ങളുടെ വാർത്തയ്ക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയില്ല. മുതിർന്ന നേതാക്കന്മാരുമായും AICCയുമായും ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും. സംഘടനയുടെ ഇന്നർ കാര്യങ്ങൾ മാധ്യമങ്ങളോട് ഇപ്പോൾ പറയേണ്ടതില്ല. തീരുമാനം വന്നാൽ നിങ്ങളെ അറിയിക്കും. ഈ കാര്യത്തിൽ തലയിലല്ല. നിങ്ങളേത് പത്രത്തിൻ്റെ ആളാ? നിങ്ങളേത് കൈരളിയല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. വീണ്ടും നിർഭൻ ചക്രവർത്തി ചേരുകയാണ് തിരുവനന്തപുരത്ത്. നിർഭൻ, ഏതായാലും സണ്ണി ജോസഫ് തുടക്കം മുതൽ പറയുന്നതാണ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം. ഏതാണ് ഉചിതമായ സമയമെന്നാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു വന്നതുപോലെ എവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി വൈകിയത്? ഷാഫി പറമ്പിൽ എന്താണ് പറഞ്ഞത്? മറ്റൊരു ചോദ്യം, AICC കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? AICC ഹൈക്കമാൻഡിൻ്റെ ഒരൊറ്റ യെസ് മതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നാണക്കേടിൽ നിന്ന് മറയ്ക്കാൻ ആ നടപടി മതി. പക്ഷേ AICCക്ക് പോലും തയ്യാറാകാൻ കഴിയാത്ത ഒരു സാഹചര്യം. ദീപദാസ് മുൻഷിയല്ല, KC വേണുഗോപാലല്ല, ആരും അതിന് തയ്യാറാകുന്നില്ല. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിനി AICCയിലും പവർ ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. എന്താണ് AICC പോലും ഇങ്ങനെ വൈകാൻ ഇടയാക്കുന്നത്? സിജു, അത് തന്നെയാണ് എവരെയും, പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെ ഉയർന്ന ചോദ്യത്തിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം തന്നെയാണ് സിജു ചോദിച്ചത്. എന്തുകൊണ്ട് ഇത്രയേറെ വിവാദമായിട്ടും ആ കേസുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തെളിവുകൾ വന്നിട്ടും കോൺഗ്രസ് പൂർണ്ണമായി പ്രതിരോധത്തിലാക്കി ഒരു നേതാവ്, കോൺഗ്രസിൻ്റെ ഒരു MLA നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുക്കുന്നില്ല? പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ആവശ്യപ്പെടുന്നു. മുൻ KPCC അധ്യക്ഷന്മാർ, പ്രതിപക്ഷ നേതാവ്, മുതിർന്ന നേതാക്കൾ, ഒപ്പം തന്നെ AICC ദീപദാസ് മുൻഷി, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ട്, അത് നേരത്തെ തന്നെ ദേശീയ നേതാക്കളുടെ മുൻവശമുണ്ട്. അതിനുശേഷമാണ് സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ പരാതി കൂടി വരുന്നത്. അത് പരാതി KPCCക്ക് മാത്രമല്ല നൽകിയത്, AICCക്കും പരാതി നൽകിയിട്ടുണ്ട്. അത് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും AICCയുടെ പ്രസിഡന്റിനും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റിനും ഈ പരാതി ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരാതി ലഭിച്ച ഒരാളിനെ എന്തുകൊണ്ട് ഈ ഷാഫിയുടെ സമ്മർദ്ദത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് നടപടിയെടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നടപടിയുടെ കൂടിയാലോചനയ്ക്ക് ശേഷം പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെ പിന്നോട്ട് പോയി. അത് ഷാഫി പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്, അത് കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാവും. അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് അത് വിശ്വസിച്ച് കാത്തിരിക്കുന്നു? വീണ്ടും എങ്ങനെയാണ് ഈ രാഹുലിന് വീണ്ടും ഇളവ് നൽകുന്നത്? ആ ഇളവ് നൽകുന്നതിൽ നേരത്തെ തന്നെ രാഹുലും ഷാഫിയും അടങ്ങുന്ന പവർ ഗ്രൂപ്പ് എന്തുമാത്രം പവറാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കളുടെ മേൽ ചൊലുത്തുന്ന സമ്മർദ്ദം. അത് VD സതീശന് അനുഭവപ്പെട്ടതാണ്. രമേശ് ചെന്നിത്തല അല്പം മുമ്പ് മാധ്യമങ്ങളോട് തിരുവനന്തപുരത്ത് നടത്തിയ മീറ്റ് ദ പ്രസിൽ പറഞ്ഞതാണ്. മുമ്പ് CPMകാരും രാഷ്ട്രീയ എതിരാളികളാണ് തന്നെ സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചിരുന്നത്. ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരുടെ ആക്രമണമാണ് താൻ നേരിടുന്നത് എന്ന കാര്യം AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള മുതിർന്ന മുൻ പ്രതിപക്ഷ നേതാവ്, നിലവിലുള്ള മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തല പോലുള്ള മുതിർന്ന നേതാവ് പരസ്യമായി സമ്മതിക്കുകയാണ്. അങ്ങനെ രണ്ടാമത് VD സതീശനെതിരെയുള്ള സൈബർ ആക്രമണം ഉണ്ടാകുന്നു. ഓരോ നേതാക്കളെയും തെരഞ്ഞുപിടിച്ച് വനിതാ നേതാക്കളെ സംഘടിതമായി ആക്രമിക്കുന്ന ചിത്രമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. കഴിഞ്ഞ ദിവസം ഷഹനാസിനെ പോലെ നേതാക്കൾ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ തുടങ്ങിയവരെല്ലാം പ്രതികരിച്ചതിൻ്റെ ഭാഗമായി ഇത് തന്നെയാണ് സൈബർ ആക്രമണം തുടരുകയാണ്. ഇതിൻ്റെ ഒരു ഭയമാണോ കോൺഗ്രസ് നേതാക്കളെ അലട്ടുന്നത്? മറ്റേതെങ്കിലും മൂടി വയ്ക്കാൻ ഉണ്ടോ കോൺഗ്രസ് നേതാക്കൾക്ക്? എന്തുകൊണ്ട് ഷാഫിയും രാഹുലും എന്ന് പറയുന്ന ഈ പവർ ഗ്രൂപ്പിന് മുന്നിൽ ഈ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന പരിണിതപ്രജ്ഞരായ നേതാക്കളും AICC നേതാക്കളും എന്തുകൊണ്ട് മുട്ടുമടക്കി നിൽക്കുന്നു? കേവലം ആ കോടതിയിൽ നിന്ന് കിട്ടുന്ന വ്യവഹാരം, കോടതിയിൽ നിന്ന് കിട്ടുന്ന നടപടിക്രമങ്ങൾ എന്തുമാകട്ടെ, ഇനി നടപടിയെടുക്കണമെന്ന തീരുമാനത്തിലാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ നേതാക്കൾ ആശയവിനിമയത്തിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും ഉയർന്ന ചോദ്യം. അത്
നേരത്തെയുള്ള ചരിത്രം, രാഹുൽ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വന്നത്, എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായത്, തുടർന്ന് എങ്ങനെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഷാഫി എന്തിനാണ് വാശി പിടിച്ചത്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാകാൻ എന്തുകൊണ്ട് എ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രബലമായ നേതാക്കളുണ്ടായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സ്വന്തം കൈപ്പടയിൽ അദ്ദേഹത്തിൻ്റെ രോഗാതുരമായ അവസ്ഥയിൽ പോലും എഴുതി നൽകിയ JS അഖിലിനെ ഒഴിവാക്കി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്നത്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി ആയിരുന്നപ്പോൾ ഷാഫി പറമ്പിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആഭ്യന്തരമായ ചോദ്യങ്ങൾ, അന്വേഷണങ്ങൾ, അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിരിച്ച തുക, വിദേശത്ത് നിന്ന് പിരിച്ച തുക, ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർ പിരിച്ചെടുത്തിയ തുകയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, ഇത്തരത്തിൽ പലതരത്തിലുള്ള ദുരൂഹതയുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണത്തിനിടയിലും എന്തുകൊണ്ട് വിവാദങ്ങൾക്കിടയിലും ഷാഫി രാഹുലിനെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ നേതാക്കൾ തന്നെ വരും ദിവസങ്ങളിൽ പറയേണ്ടി വരും. സിജു, നിർഭൻ ഒരുപക്ഷെ നേരത്തെ നിർഭൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് എന്തുകൊണ്ട് ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻനിർത്തി, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒപ്പം നിർത്തി ഇത്തരം അന്യായങ്ങളുമായി പോയി എന്നുള്ളത് ചോദ്യം. നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞ JS അഖിലിനെ ഒഴിവാക്കി, അബിൻ വാർക്കിയെ വെട്ടിയൊതുക്കി, വ്യാജ പ്രസിഡന്റ് എന്ന ആരോപണമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഈ ക്രിമിനൽ നെക്സസ് കോൺഗ്രസിനെ പിടിമുറുക്കിയിരിക്കുന്നുള്ളതാണ്. ഒരാളും ചോദിക്കാനില്ല കോൺഗ്രസിൽ. എന്ത് നടപടിയെടുത്താലും ആരും ചോദിക്കില്ല. അവിടെ പിന്തുണയുള്ളത് അന്ന് ആ ഒരു നെക്സസ് ആയിരുന്നു. VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് പിന്നീട് KC വേണുഗോപാലിൻ്റെ കൂടി പിന്തുണ വരികയും ചെയ്യുന്നു. ഇങ്ങനെ കോൺഗ്രസിനെ പല രാഷ്ട്രീയ നേതാക്കളും ആരോപിക്കുന്നത് പോലെ തന്നെ ഒരു ക്രിമിനൽ ഗ്യാങ് ആണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നേതാവ് പ്രതികരിച്ചാൽ സൈബർ ഗുണ്ടകൾ വഴി അത് തല്ലി ഒതുക്കും, സൈബർ ഗുണ്ടകൾ വഴി ഒതുക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ പറഞ്ഞവരെ പേടിപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ ഇല്ലാതായ ഒരു പക്ഷേ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിന് ഇപ്പുറവുമുള്ള കോൺഗ്രസ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നടത്തിയ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ പിറകിൽ നിന്ന് കാട്ടിക്കൂടിയ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നെക്സസ്, ഈ ക്രിമിനൽ ഗ്യാങ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു കൂടി ചിന്തിക്കേണ്ടി വരും. ഇനി മറ്റൊരു വിഷയം പരിശോധിച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ കോടതിയിലടക്കം പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് എന്നുള്ളതാണ് അഭിഭാഷകരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്. അങ്ങനെ ആ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിൽ നിലനിൽക്കാൻ കഴിയുമോ രാഹുൽ മാങ്കൂട്ടത്തിന്? നേരത്തെ ചെന്നിത്തല പറഞ്ഞതുപോലെ ഇത് വ്യക്തിപരമായ കേസാണ്, കോൺഗ്രസിനെ ബാധിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ആ മെരിറ്റിനെ കുറിച്ച് കൂടി പറയാൻ, കേസിൻ്റെ മെരിറ്റിനെ കുറിച്ച് പറയാൻ കഴിയുക? നിർഭൻ. തീർച്ചയായും നമ്മുടെ ഷീജ റിപ്പോർട്ടർ അവിടെ നിന്ന് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അവസാനം റിപ്പോർട്ട് ചെയ്തതുപോലെ ഇനി ആദ്യം പരിഗണിക്കുന്ന കേസെന്ന് പറയുന്നത് ഈ അറസ്റ്റ് തടയണമെന്ന ഹർജിയിലുള്ള വിധിയാണ്. ആ വിധിയെ സംബന്ധിച്ച് കോടതി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ, രേഖകളൊക്കെ തന്നെ ആ കോടതിക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയപരമായ ആരോപണം എന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ കോടതി ശരിവയ്ക്കുമോ, അംഗീകരിക്കുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്ന്, അറസ്റ്റ് തടയണം എന്ന ഹർജിയിൽ അനുവാദം നൽകണമെങ്കിൽ പ്രോസിക്യൂഷൻ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദമുകളുണ്ട്. കാരണം പ്രതി ഒളിവിലാണ്, വലിയ തരത്തിൽ സാമ്പത്തികമായും അധികാരം ഉപയോഗിച്ചുകൊണ്ടും വലിയ തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരാളാണ്. ഈ കേസുമായി സഹകരിക്കാതെ ഒളിവിൽ പോകുന്ന ഒരാളാണ്. തിരച്ച് ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് എയർപോർട്ടിലടക്കം പ്രത്യേക മുൻകരുതൽ നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശം നൽകിയ ഒരു പ്രതി, സംസ്ഥാനത്തെ ഒരു നിയമസഭയിലെ സാമാജികനായിട്ടുള്ള ഒരു MLA ആയിട്ടുള്ള ഒരാൾ നാട് വിട്ട് പോയിട്ട് 9 ദിവസം കഴിഞ്ഞു. അദ്ദേഹത്തിനെ ട്രേസ് ചെയ്ത് പലയിടത്ത് ഈ ഇതര സംസ്ഥാനത്തിലടക്കം പോയി അദ്ദേഹം ഒരു റിസോർട്ടിലുണ്ടാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വീണ്ടും അദ്ദേഹം മൂവ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ പോലീസ് അടുത്ത അന്വേഷണ സ്ഥലത്തേക്ക് നീങ്ങുന്നൊരു ഘട്ടം. ഒപ്പം തന്നെ പുതിയ കേസുകൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. സമാനമായ ഒരേ പാറ്റേണിലുള്ള എങ്ങനെയാണ് ഇരയെ വലയിലാക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഗർഭചിത്രമടക്കം ചെയ്യുന്നു, അതിനുശേഷം പീഡിപ്പിക്കുന്നു, നിരന്തരമായ ടോർച്ചറിങ് ഉണ്ടാകുന്നു. അങ്ങനെ മാനസിക ബുദ്ധിമുട്ടോടുകൂടി ഇരയ്ക്ക് പരാതി പോലും നൽകാൻ കഴിയാത്ത തരത്തിൽ ടോർച്ചർ ചെയ്യുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഏറ്റവും സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ആണ് കോടതിയിൽ പ്രോസിക്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കോടതി മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ തരമില്ല. അതാണ് ഈ കാര്യത്തിൽ ജാമ്യത്തെ ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ അറസ്റ്റ് തടയണമെന്ന ഹർജിയും ഏറ്റവും പ്രാധാന്യത്തോടെ വരുന്നത്. പിന്നെ ഈ എന്തുകൊണ്ടാണ് അറസ്റ്റ് തടഞ്ഞിട്ടുള്ള ഒരു ഹർജി കോടതിയിൽ കൊടുക്കുന്നത്? ഈ ജാമ്യ ഹർജി പരിഗണിച്ച് ഇനിമേൽ ഇൻ കേസ് നീട്ടിവെച്ചാൽ ഇക്കാര്യത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് ഉടൻ തന്നെ നീങ്ങുകയും ഇനി എത്ര കാലം രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ കഴിയാം എന്ന കാര്യവും ഈ പ്രതിഭാഗത്തെ സംബന്ധിച്ച്, അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുള്ള കാര്യമാണ്. ഇനി അറസ്റ്റ് തടഞ്ഞില്ല എങ്കിൽ പോലീസിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, ആ സാധ്യത തുറന്നാൽ ഇനി
പ്രതിഭാഗത്തിനുള്ള അടുത്ത മാർഗമെന്ന് പറയുന്നത് പോലീസിൽ കീഴടങ്ങുക എന്നതാണ്. അത്തരം സമീപനങ്ങൾക്ക് നീങ്ങണോ വേണ്ടയോ എന്നൊരു തീരുമാനം കൂടി അന്തിമമായി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അറസ്റ്റ് തടയണമെന്ന പ്രത്യേകിച്ചൊരു ഹർജി പ്രതിഭാഗം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പറഞ്ഞ ജാമ്യഹർജിയുടെ വാദം തുടരുകയും വീണ്ടും നീട്ടിവെക്കുകയും, അങ്ങനെ നീട്ടിവെക്കുകയാണെങ്കിൽ ഈ 8-ാം തീയതി കഴിഞ്ഞ ശേഷം മാത്രമേ ഇനി ആ ഹർജി എടുക്കാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെ തുടർവാദത്തിന് വേണ്ടിയോ അന്തിമ വിധിക്ക് വേണ്ടി ഈ ഹർജിയിലുള്ള അന്തിമ വിധിയുടെ ഉത്തരവ് വീണ്ടും മാറ്റിവെക്കുകയും ചെയ്താൽ അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പ്രതിഭാഗത്തിന് ഒരു തീരുമാനം ഉണ്ടാവുകയും വേണമെങ്കിൽ കീഴടങ്ങി തുടർ നടപടിയിലേക്ക് പോകാൻ വേണ്ട നടപടികളിലേക്ക് ഈ പ്രതിഭാഗത്തിന് പോകേണ്ടി വരും. ഇതിനൊരു വ്യക്തത വരുത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ഹർജിയായി പ്രതിഭാഗം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ ജാമ്യ ഹർജിയുടെ വിധി ഇന്ന് തന്നെ ഉണ്ടാകണമെന്നില്ല. വേണമെങ്കിൽ 1-2 ദിവസത്തേക്കോ ഇനി നിശ്ചിത ഒരു കാലത്തിന് ശേഷമോ ഇത് പരിഗണിക്കും. അന്തിമ വിധിയായി ഉത്തരവുണ്ടാവും. അത് ചിലപ്പോൾ 8-ാം തീയതിക്ക് ശേഷമായിരിക്കും. അതുവരെ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എടുക്കേണ്ടത്, ഇക്കാര്യത്തിൽ പ്രതിഭാഗം എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ പ്രതിഭാഗത്തിന് കൂടി ഒരു ആശയവ്യക്തത വരുന്നതിനായിരിക്കും സ്വാഭാവികമായി ഇത്തരത്തിലുള്ള സമാനമായ കേസുകളിൽ അഭിഭാഷകർ ചെയ്യുന്നത് പോലെ മറ്റൊരു ഹർജി കൂടി നൽകിയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അറസ്റ്റ് തടയില്ല, അറസ്റ്റ് നടപടികളുമായി പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന നിർദ്ദേശമാണ് കോടതിയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തിരിച്ചടിയാണ്. ജാമ്യ ഹർജിയുടെ വാദം കേൾക്കാൻ ഉത്തരവ് കാത്ത് പിന്നെ ഇരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒന്നുകിൽ അന്വേഷണവുമായി സഹകരിക്കാൻ അറസ്റ്റ് കീഴടങ്ങുക നടപടി എന്നതിലേക്ക് പോകേണ്ടി വരും. കീഴടങ്ങിയ ശേഷം കോടതിയിൽ അന്വേഷണ നടപടികളുമായി സഹകരിക്കുന്ന ആളാണ് എൻ്റെ കക്ഷി എന്ന് പറഞ്ഞ് വീണ്ടും പുതിയ ജാമ്യ ഹർജി കോടതിയിൽ സമർപ്പിക്കേണ്ടി വരികയും ചെയ്യും. സിജു.